ബാസ്കി മോനെ ആണെങ്കിൽ നമ്മളെ വീടിനകത്ത് ഇട്ട് അടച്ചിട്ടേക്കുക പൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഇറങ്ങി ഓടിയാലോ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ആൻസൂട്ടനെ ടൂറ് പോവുക. ടവലൊക്കെ എടുത്തോടാ. ഇതിന്റെ കണ്ണിന് വെള്ളം ആൻസുകുട്ടനെ. അപ്പോൾ നമ്മൾ 6:30 ആൻസുകുട്ടൻ്റെ ബസ് മങ്ങാട്ടുകവലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. മങ്ങാട്ടുകവല എന്ന് പറയുമ്പോൾ നമ്മുടെ തൊടുപുഴയുടെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അവിടെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു 6:15 ആകുമ്പോഴെങ്കിലും നമ്മളവിടെ എത്തണം. പിന്നെ ഞാനിവനെ 6:30 കൊണ്ടുവിട്ടിട്ട് തിരിച്ചിവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് 7 ആകും. 7 പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് എനിക്ക് പോകാറാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഗും കൂടെ എടുത്തു. 6:30 ആൻസുകുട്ടന് 6:30 എന്നുള്ളൊരു 6:45 ആകുമായിരിക്കും. പിന്നെ 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്താൽ സ്റ്റാൻഡിൽ ഞാൻ പോയിരുന്ന് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ, എനിക്ക് പോകാനുള്ള സമയം ആയിക്കോളൂല്ലോ. അങ്ങനെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം ഒരുമിച്ച് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം രാവിലെ നമ്മൾ ചോറുണ്ടാക്കിയില്ലേ, നമ്മൾ ചപ്പാത്തിയാണ് ഇന്നലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻകറിയും. അതാണ് ഞാൻ രാവിലെ എടുത്തത്. ബാസ്കി മോനെ ആണെങ്കിൽ നമ്മളെ വീടിനകത്ത് ഇട്ട് അടച്ചിട്ടേക്കുക പൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഇറങ്ങി ഓടിയാലോ എന്ന് ഓർത്ത്. അവൻ്റെ നമ്മൾ പോണ കാണുമ്പോൾ അവൻ്റെ ഒരു വെപ്രാളമൊക്കെ കാണാൻ പാടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും ആൻസുകുട്ടനും കൂടി രാവിലെ ടാറ്റ പോവുകയാണ്. ടൂറ് പോയിട്ട് വരുമ്പോൾ ടീച്ചർമാർ പറയണത് കേട്ട് നടക്കണം. തോന്നിയടത്തോടെ ഒന്നും പോയേക്കരുത്, വല്ലവരും നിന്നെ പിടിച്ചോണ്ട് പോകും. പിന്നെ മൊബൈൽ നമ്പറൊക്കെ ഓർമ്മയുണ്ടല്ലോ. ബെൽറ്റൊക്കെ എടുത്താ? ടാഗ് വേണ്ട അല്ലേ? വേണ്ടെന്ന് പറഞ്ഞോ? വേണ്ട 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 ഡാടാ. പിന്നെ എന്നതാ, പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 500 രൂപയോളം കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളാ വാങ്ങാവുള്ളൂ എന്ന് കരുതി ഇഷ്ടമുള്ളത് വാങ്ങാതിരുന്നേക്കരുത് കേട്ടോ. കണ്ടാടിയൊന്നും വാങ്ങി തിന്നേക്കരുത്. കണ്ട അവിടെ ഇവിടെ കൊതിയും കൊണ്ടൊക്കെ കണ്ട കൊതി കൊണ്ട് കണ്ട അവരിവരൊക്കെ തരുന്നതൊന്നും വാങ്ങിച്ചു തിന്നരുത്. പിന്നെ ആരെങ്കിലുമൊക്കെ അനുസൂട്ടാന്നൊക്കെ പറഞ്ഞ് മിണ്ടിയൊന്നും മിണ്ടിക്കോട്ടോ. ടീച്ചർമാരെ മുമ്പിൽ വെച്ച് മിണ്ടിയാൽ മതി കേട്ടോ. നിന്നെ എല്ലാവരും കണ്ടിത് ആൻസുകുട്ടനാണോന്ന് പറ്റി തോന്നി. ഇനി യൂണിഫോമിൽ കാണുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ലായിരിക്കും. അങ്ങനെ ആൻസുകുട്ടൻ ടൂറ് പോവുകയാണ്. എങ്ങോട്ട് പോകുന്നോ? തൃശ്ശൂർ മറൈൻ അക്വാന്നല്ലേ ബീച്ച്, ചാവക്കാട് ബീച്ച്. ചാവക്കാടിനാണ് ഇവര് പോകുന്നത്, തൃശ്ശൂര്. സൂവില് പോണ്ടേ തൃശ്ശൂര്? അടിപൊളി. നമ്മള് പോയിട്ടുണ്ട് അവിടെ. നിന്നെ ടൂർ കൊണ്ടായപ്പോ കൊണ്ടുപോയത്. അല്ല, പന്നിയുണ്ട്. പോയി കടുവയുടെ കൂട്ടിലൊന്നും കൈയിട്ടേക്കരുത് കേട്ടോ. വൃത്തിക്കൊക്കെ നടന്നോളണം കേട്ടോ. ഞാനെന്തിനാ നടക്കണത്? ഞാൻ ടൂർ വരുന്നില്ലല്ലോ. വരും. നമ്മള് വണ്ടി പറഞ്ഞിട്ടുണ്ടേ. നേരം വെളുത്തില്ല. ഇത് കണ്ട ഇങ്ങോട്ടൊക്കെ ഇരുട്ടാ, ഇങ്ങോട്ടൊക്കെ കൂരി ഇരുട്ടാ. എനിക്കാണ് തീരെ അയലോടെ വച്ചാ. അപ്പോൾ ആൻസൂറിനാണ്ട് ടൂറ് പോയിട്ട് വരാം. ടാറ്റ വന്നേ. നമ്മളങ്ങനെ കോളേജിലെത്തിയിട്ടോ. ആൻസൂട്ടനൊക്കെ പോയേക്കുവാണ്. ടീച്ചർ ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഗ്രൂപ്പിൽ.
ആൻസോട്ടം പോയിട്ട് വരുമ്പം വിശേഷങ്ങളൊക്കെ അവനോട് ചോദിച്ചറിയാം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. രാവിലെ ചോറൊന്നും വെച്ചില്ല, നമുക്ക് 5:45 ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് ആൻസാണെങ്കിൽ അവന് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു കുറേ നാളായിട്ട്. അങ്ങനെ മിസ്സേ വാ. അയ്യ, പഴയ ഒരു സാരിയാണ് കേട്ടോ ഇതാണ് സീമാസിൽ നിന്ന് വാങ്ങിച്ചത്. ഇതാണ് ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. എല്ലാവരുടെ വിശേഷം പറയും സബ്സ്ക്രൈബേഴ്സിനോട്. ഡെൽന മിസ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹായ് കാണിച്ചില്ല എല്ലാവർക്കും. ഡെൽന മിസ്സിൻ്റെ ഹായ്. അയ്യോ, അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അങ്ങോട്ട് നോക്ക്. ചായ കിട്ടുന്നില്ല, ഒരു കാര്യം ചായ എടുത്ത് കുടിച്ചോ. ആൻസുകുട്ടനെ കൂട്ടാനായിട്ട് നമ്മൾ തൊടുപുഴയിലേക്ക് പോവുകയാണ് കേട്ടോ. ആൻസുകുട്ടൻ ഇപ്പം എത്താറായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്ഡേഷൻ ടീച്ചർമാരെ ഇട്ട് തന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പോയി നിൽക്കണം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ് വന്നിട്ട് പിള്ളേരെയൊക്കെ കയറ്റി പല വഴിക്കായിട്ടൊക്കെ പോയി കഴിഞ്ഞാലേ ഈ കൊച്ച നോക്കിയിരുന്ന് പേടിക്കത്തില്ലേ. നമ്മൾ ചെന്നില്ലെങ്കിൽ അവൻ ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നി പേടിച്ചു പോകും. അതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി നേരത്തെ ആണെങ്കിലും പോയി അവിടെ നിൽക്കാം. ഞാൻ വണ്ടി പറഞ്ഞിട്ടുണ്ടേ, അപ്പോൾ വണ്ടി വരും. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവനെ വിട്ടത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വിടില്ല. നമുക്ക് ഒരു രാത്രിയിലൊക്കെ യാത്ര ഒരു അസൗകര്യമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ പരമാവധി രാത്രി യാത്രകളൊന്നും ഉണ്ടാവാറില്ല, ഒരിക്കലും നടത്താറില്ല. അവൻ്റെ ആനിവേഴ്സറി പോലും നമ്മൾ ശരിക്കും പോകാതിരുന്നത് തന്നെ രാത്രി ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് ടൂറല്ലേ, അവർക്ക് ആകപ്പാടെ കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് ഇതൊക്കെയുള്ളൂ. ഈ സ്കൂൾ ജീവിതത്തിൽ കിട്ടുന്ന നല്ല നല്ല മെമ്മറികളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ കളിച്ച് ഒക്കെ നടക്കാൻ പറ്റിയത്. കുറേ ഫോട്ടോസൊക്കെ ടീച്ചർ എടുത്ത് പേഴ്സണലായിട്ടൊക്കെ അയച്ചു തന്ന ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ആൻസേട്ടൻ്റെ തലയിൽ പക്ഷിയൊക്കെ കയറ്റി നിർത്തിയ ഫോട്ടോയൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ വീടിൻ്റെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. പിന്നെ ബീച്ചിൽ കളിക്കുന്നത്, ആൻസൂട്ടൻ്റെ മെമ്മറിയിൽ ഒരു ബീച്ചേ ഉണ്ടായിട്ടില്ല ഓർമ്മയിൽ. അവൻ കുഞ്ഞായിരുന്നപ്പം ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ടൂർ പോയപ്പം തൃശ്ശൂർ ലവ് ഷോറിലേക്കാണ് പോയത് നമ്മൾ. അപ്പം അന്ന് ആൻസിനെയും കൊണ്ട് പോയതാണ്. പക്ഷെ അന്ന് അവനൊരു കുഞ്ഞു വച്ചായിരുന്നു, ഏതാണ്ട് 5 വയസ്സൊക്കെ ഉള്ളു. അതൊക്കെ അവന് ഓർമ്മയില്ലല്ലോ. ലാസ്റ്റ് ബീച്ചിൽ പോയത് അപ്പോഴാണ്. ഇപ്പം 10-11 വയസ്സായി കഴിഞ്ഞപ്പം പോയപ്പം അവന് ബീച്ച് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻസൂട്ടൻ വരുമ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഞാൻ പോയി കൂട്ടിയിട്ടൊക്കെ വരട്ടെ കേട്ടോ. എവിടെ പോയതാടാ ഈ രാത്രി? ഇവിടെ കാര്യം അന്വേഷിക്കാനൊക്കെ ഒരു കാരണവരുണ്ട്. ആ കാരണവരുടെ പേരാണ് ബാസ്ക്യൂ. ആൻസൂട്ടൻ ടൂർ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ സർപ്രൈസൊക്കെ ഉണ്ടെന്ന് അറിയാം. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം അല്ലടാ. അങ്ങനെ ആൻസുകുട്ടൻ ടൂർ പോയിട്ട് വന്നു. ആൻസുകുട്ടൻ എന്തൊക്കെ കൊണ്ടുവന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ബാസ്ക്യമോനോടി വന്ന് നോക്കുവാണ്. ഈ ബാഗിനകത്തൊക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കും പോലും. ബാസ്ക്യക്കൂട്ടാ, നമ്മുടെ ആൻസുകുട്ടനെ കൊടുത്തു വിട്ട പൈസക്കൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു. ഇച്ചിരി പൈസയൊക്കെ ബാക്കിയുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞേ. ഞാൻ പറഞ്ഞായിരുന്നു ആഗ്രഹം തോന്നണ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാങ്ങിച്ചോ, ബാക്കി കൊണ്ടുവരുമൊന്നും വേണ്ട, പിന്നെ അനാവശ്യമായതൊന്നും വാങ്ങരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം കൊച്ചിന് കൺഫ്യൂഷനായിപ്പോയി. എൻ്റെ ഓനൊരു വന്നേ ടൂർ വിട്ടാന്നിൻ്റെ ടൂറൊക്കെ വിട്ടല്ലേ? അതും തൂവാടാ, അതെന്നാടാ അത്? എൻ്റെ പൊന്നോ, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അതെന്തുവാ അപ്പം അത്? ബീച്ചിൽ നിന്ന് പറക്കിയതാണോ? കുറേ കക്കയും ഞവണിങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ബീച്ചിൽ നിന്ന് കിട്ടിയതാണോ നിനക്കിതെല്ലാം? ഷെല്ല് ഷെല്ല്. ഇത് എവിടെ നിന്ന് ഈ ഐസ്ക്രീം ബോട്ടിൽ കിട്ടിയ? ഇപ്പൊ നീ എടുത്തോണ്ട് വന്ന ഇതാണ്. ഈ പാൻറ്റിൽ എന്നെ നടയി കിടക്കണമെന്ന് ഞാൻ ചോദിച്ചേ. അപ്പൊ ഇവിടെ വന്നിട്ട് ഷെല്ല് പൊട്ടിക്കലായിരുന്ന പരിപാടി, ബീച്ചിൽ പോയിട്ട് ഷെല്ല് പറക്കലായിരുന്ന പരിപാടി. ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നാ? ആസ്വദിച്ചോ? കിങ് കോബ്രനെ കണ്ടോ? നമ്മൾ പോയ സൂവിലല്ലേ പോയേ? പിന്നെ തൃശ്ശൂർ ആ ഒരു സൂവേ ഉള്ളു. ബാസ്ക്യൂ ഷെല്ല് കണ്ട വഴി ബാസ്കു പോയി കിടന്നു ഉറങ്ങാൻ. നിന്റെ ബാസ്കൂനൊന്നും ഇല്ലാടാ. അതെന്നാപ്പാ
അതെന്നാ അത് മറൈൻ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. റൈഡറിലൊക്കെ കയറിയോ? സ്പീഡിൽ കിടക്കുന്ന സാധനം. അതിൽ കയറിയോ? ഇതിൽ കയറി പിന്നെ ആ വെള്ളത്തിലിട്ടിങ്ങനെ. കൊച്ചങ്ങളെല്ലാരും കയറിയാടാ? പേടിയുണ്ടായിരുന്നു ആർക്കെങ്കിലും? നീയും ആരും ആ കൂട്ടും കൂടി നടന്നേ? റയാനും ഗൗരീഷോ? എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം വലിയ ക്യൂ ആയിരുന്നു. ആൻസുട്ടിന്റെ തലയില് പക്ഷിയെ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ടീച്ചർ. എനിക്കത് വാട്സപ്പിൽ ഇട്ടുന്നു. ആൻസുട്ടിന്റെ തലയിലൊരു മഞ്ഞക്കിളി. ഞാൻ അതിർത്തി എന്ത് സംഭവം അപ്പ എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം. ഇതെന്തുവാ ഇതാ? പോക്കിമോൻ കാർഡ്. അതെ, പോക്കിമോൻ കാർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടൂറ് പോയിട്ട് വന്നൊരു കൊച്ചാമിട്ടായിരിക്കുന്നേ. ഇത് റാച്ചു. റാച്ചുവോ? ആ റാച്ചു. പിന്നെ പിന്നെ ഇത് അറിയില്ല. എഡ്ജസോ? പിന്നെ പോണ്. പിന്നെ പൈമിനിയാ ഷൈമിൻ. ആ പിന്നെ വൾപിക്സോ? അതാ പറഞ്ഞ വൾപിക്സ്. അതിന്റെ വിസിറ്റ് ആയതാ. അവർക്ക് ഇങ്ങനെയുള്ള കാർഡുകൾ ഈ ഒരു പ്രായത്തിലുള്ള താല്പര്യങ്ങളായതൊക്കെ ഭയങ്കര ക്രേസ്. നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഇനി എന്താ? മലമല്ലല്ലോയ്യ. അതോ എന്തൊക്കെയാ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. തകതമി മലമല്ലല്ലോയ്യ. എന്തുവാ പോലും നോക്കട്ടെ. ഇതുവാടെ കാണിക്കടാ. ഞാൻ എന്നോട് നോക്കരുതെന്ന്. പൊട്ടിച്ചെടുത്ത് കാണിച്ചതാ. ഓ എൻ്റെ പൊന്നോ പൊട്ട. കോളേജിൽ കൊണ്ടുപോകാൻ പൊട്ടായി. ആൻസോട്ടന് ആദ്യമായിട്ട് രണ്ടാമത്തെ തവണയാണ് പൊട്ട് വാങ്ങിച്ചായിരുന്നത്. പിന്നെ ഓ ഇതെന്തുവാടാ ഇത്? മോതിരോ? ആൻസോട്ടൻ മോതിരമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. പൊട്ടും മോതിരോ എനിക്ക് വയ്യ. ഇതോ ഇതാണോ വാങ്ങിച്ചതാ? നിനക്കൊന്നും വാങ്ങിയില്ല നീ? അതിനാടാ ഞാൻ പൈസയൊക്കെ ആവശ്യത്തിന് തന്നു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. നീ എന്നാ ഒന്നും വാങ്ങാഞ്ഞേ? എന്നെ തന്നു പറ. വറകറ. അതിനാടാ വേറെ ഒന്നും വാങ്ങായിരുന്നേ നീ? കൂട്ടാ ഞങ്ങളെ ഇച്ചിരി കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ പോവുക. എനിക്കാണെങ്കിൽ പനിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുവാണേ. കൊണ്ടുപോയ ഉടുപ്പൊക്കെ കൊച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? ബാക്കി പൈസ വല്ലതും ഉണ്ടോ അത് ചോദിക്കട്ടെ. എത്ര രൂപയുണ്ട് ബാക്കി? 100 രൂപ ബാക്കി കൊണ്ടുവന്നോ? 350 രൂപയ്ക്ക് നീ എന്തുവാടാ വാങ്ങിയത്? അല്ല 100 രൂപ ബാക്കിയില്ലേ? അപ്പം 350 ഉണ്ടായില്ലേ? ഇതിനൊക്കെ എത്ര ആടാ മോനെ? ഇതിനൊക്കെ പറ്റിച്ചോടാ? ആ അപ്പൊ ബാക്കി പൈസക്കൊക്കെ നീ എന്നെ വാങ്ങിയേ? ഉപ്പിലിട്ട മാങ്ങ വാങ്ങി. മാങ്ങയോ? ഉപ്പിലിട്ട മാങ്ങ വാങ്ങിയെന്നോ? പിന്നെ എന്നാ വാങ്ങിയേ? പിന്നെ ബൈക്ക് ഓടിച്ചോ? എങ്ങനെ? അതിനൊക്കെ പൈസ കൊടുക്കണമായിരുന്നോ? കയ്യിൽ നിന്ന് കൊടുക്കണമായിരുന്നോ? എല്ലാരും കയ്യിൽ നിന്നാണ് കൊടുത്തേ? പിന്നെ ഫുട്ബോൾ കളിച്ചു. അതിനും പൈസ കൊടുത്തോ? ഇല്ല, ഫുട്ബോൾ ആവശ്യം വാങ്ങി കളിച്ചു. അങ്ങനെ ഈ വർഷത്തെ ടൂറും കഴിഞ്ഞു. ഇനി ആൻസുകുട്ടൻ ഈ വർഷം ഉള്ളത് പരീക്ഷ മാത്രമാണ്. ആൻസുകുട്ടൻ അങ്ങ് പൊളിക്കും. എന്താണ് ബാസ്ക്യൂ പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ തലപൊക്കി നോക്കണേ? അതിനിടാ പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ തലപൊക്കെ. ആൻസുകുട്ടനെ പരീക്ഷയ്ക്ക് ഇരുത്താൻ ബാസ്ക്യൂവിനെ ഞാൻ പരീക്ഷ എഴുതാൻ കൊണ്ടുപോവാം. എക്സാം. ഞാനാണെങ്കിൽ കട്ട പോസ്റ്റായിരുന്നു. നേരത്തെ അങ്ങ് പോയി. അതിനുശേഷം നേരത്തെ പോയിട്ട് ഒരു 9:30 ആയപ്പോൾ പോയി അവിടെ നിന്നിട്ട് 10:45 ആൻസിൻ്റെ ബസ് വന്നപ്പോൾ
ബസ് വന്ന ഇവൻ്റെ ബസ്സായിട്ട് ആദ്യം വന്നത്, മറ്റു ബസ് ഒന്നും വന്നിട്ടില്ല. ഏ? നിന്റെ ബസ്സാ വന്നത് ആദ്യം. മറ്റവരെയൊക്കെ കണ്ടോ അവിടെ എങ്ങനെയൊക്കെ വെച്ചാ? വീസ്റ്റുള്ള ഏറ്റവും മുമ്പ് പോയി കണ്ടിരുന്നേ. ആണോ? പക്ഷെ നിന്റെ ബസ്സാ ഫസ്റ്റ് വന്നത്. ഞാൻ 9:30 മുതൽ അവിടെ ഇരിക്കുന്നതാ. അതൊരു ദിവസം വന്നില്ലേ? അതൊരു ദിവസം വന്നില്ല. ഇല്ല, നിങ്ങളുടെ ബസ് ചാലക്കുടിയിൽ എത്തിയപ്പം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്കമാലിയിൽ എത്തിയപ്പോൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പെരുമ്പാവൂർ എത്തിയപ്പോൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ മൂവാറ്റുപുഴ എത്തിയപ്പോൾ ഇട്ടു, വാഴക്കുളം എത്തിയപ്പോൾ ഇട്ടു, മങ്ങാട്ടുകവല എത്തിയപ്പോഴും റീച്ചഡ് മങ്ങാട്ടുകവല എന്ന് ഇട്ടു. മങ്ങാട്ടുകവല എന്ന് കണ്ട വഴി ഞാൻ ചാടി ഇറങ്ങി. ആ ഒരു വണ്ടിക്കകത്തിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങിയിരുന്നു. അത്തേക്ക് ഒത്തിരി പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമാരൊക്കെ ഇട്ടായിരുന്നു, ലേഡീസൊക്കെ ഉണ്ടായിരുന്നു, ഇത്ര രാത്രിയാണെങ്കിലും. പിന്നെ തൊടുപുഴ കടയൊന്നും അടച്ചിട്ടില്ലായിരുന്നു, കടയൊക്കെ ക്ലീനാക്കി അടച്ചൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തൊടുപുഴ കടയൊക്കെ ക്ലീനാക്കുകയോ അടയ്ക്കുകയൊക്കെ ചെന്ന് ഞാൻ എത്രയോ വർഷങ്ങൾ കൂടിയാണെന്നറിയാം ഇത്രയും രാത്രിയിൽ തൊടുപുഴ കാണുന്നത്. കണ്ടിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ട്. നല്ല തണുപ്പായിരുന്നു. നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോൾ പാടത്തിൻ്റെയൊക്കെ ഒരു ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും അന്തരീക്ഷത്തിന് നല്ല തണുപ്പായിരുന്നു. അന്നേരം എനിക്ക് തോന്നി ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല തണുപ്പത്ത്. ഫാനൊന്നും ഇടണ്ട കുട്ടാ അന്നേരം. അയ്യോ അയ്യോ കൊണ്ടുപോയി ഉടുപ്പൊക്കെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കളഞ്ഞിട്ടാണോന്നേ? സാരിയില്ല, നിൻ്റെ അല്ല, എൻ്റെ ഒന്നും അല്ലല്ലോ. അതെക്കറെ കുട്ടാ. പിന്നെ നിനക്ക് 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങാൻ മേലായിരുന്നോ? 100 രൂപ പിന്നെ എന്തിനാ കൊണ്ടുവന്നേ? 100 രൂപയില്ല. കാണിച്ചേ, ഇത്ര ഉണ്ടോ നോക്കട്ടെ നിൻ്റെ കാര്യം. എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസയായി 101 രൂപ. അതിന് ദക്ഷിണയാണോ? ബാസ്കെറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു ദോ കിടക്കുന്നു. ബാസ്കോ എന്നാ പൊട്ട് വേണമെങ്കിൽ കുത്തിത്തരാം ഒരെണ്ണം. വാ, ഞാൻ ഏറ്റു വന്നേ. പൊട്ട് വേണോ നിനക്കാ? ദുന്തിരിക്ക് ഒരു പൊട്ട് കുത്തിത്തരാം. ദുന്തിരിക്ക് 113 ആണോ? വണ്ടിക്കൂലിക്ക് പൈസ ആയിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ കുഞ്ഞു ബാഗ് എന്തിയാടാ? അത് നീ കൊടുക്കലും അല്ല കേട്ടോ. അത് നിൻ്റെ അതിനകത്തേക്ക് ഇട്ടേനെ. എടാ എൻ്റെ അതിനകത്തേക്ക് വെച്ചേനെ. വണ്ടിക്കൂലിക്കൊക്കെ പൈസ ഉണ്ടായില്ല, ഇല്ലാതിരിക്കുക. അതിൻ്റെ കൊന്നി തിരക്കെ ടൂറൊക്കെ പോയി എനിക്ക് പൊട്ടും മോതിരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മോതിരമൊക്കെ ഇടാൻ പറ്റും. മോതിരമൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് പോകും. അതല്ല, അതിൻ്റെ പുറകിലേക്ക് ഇട്ടാലേ തൽക്കാലം. ആ കുഞ്ഞു ബാഗിനകത്താ പേഴ്സ്. ഞാൻ എൻ്റെ കൂടെ അങ്ങ് വരാൻ വേണ്ടിയിട്ട് പേഴ്സ് മാറ്റിയായിരുന്നു. അതിൻ്റെ പുറകിലൊരു മിഠായി കിടക്കുന്നുണ്ട്. ഇപ്പം നീ കണ്ടില്ലായിരുന്നോ? ഇന്നാൾ ഞാൻ വാങ്ങിയ മിഠായിൽ ഒരെണ്ണം അതിൻ്റെ പുറകെ കിടപ്പുണ്ട്. ഞാനിന്ന് വണ്ടിക്കൂലിക്ക് പൈസ എടുത്തപ്പോഴാണ് കണ്ടത്. അതിനകത്ത് കിടപ്പുണ്ടത്. കണ്ടാ? ഒരെണ്ണം തന്നോർന്നു. 5 അല്ല 5 അതിൽ 1 തിന്നു, ബാക്കി 4 ഉണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെ ആൻസ് കൂട്ട് വീട്ടിലെത്തി. ഇനിപ്പാ പൊട്ട് വേണോ ബാസ്കോ നിനക്ക്? ടക്കറ കുട്ടാ. പിന്നെ ബാസ്കോനെ നമ്മളിങ്ങനെ അധികം ഇങ്ങനെ ഈ എരിവൊന്നും കൊടുക്കാത്തതേ. ബാസ്കുവിൻ്റെ രോമം എല്ലാം പൊഴിഞ്ഞ്, ഇവൻ്റെ രോമം ഞാൻ തിരിച്ചു പിടിക്കാൻ പറ്റ പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഒത്തിരി മാത്രം രോമം അവന് പൊഴിഞ്ഞേ. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചിക്കനൊക്കെ വാങ്ങിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ വേവിച്ച ചിക്കനൊക്കെ ഇറച്ചി മറ്റേ എരിവൊക്കെ കൂട്ടി കൊടുക്കുമായിരുന്നു. എനിക്ക് ഡോഗിനെ വളർത്താത്തതുകൊണ്ട് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ടും ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിലും ഇവിടെ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്തും ഒക്കെയാണ് ഡോഗിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നും ഇവിടെ രോമം കൊഴിയാനുള്ള കാരണങ്ങൾ. ഇപ്പോൾ ഇവനൊക്കെ ഇപ്പം നിറച്ച് രോമം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവന് നമ്മൾ ഈ ജങ്ക് ഫുഡൊന്നും കൊടുക്കാതെ ഇവന് നമ്മൾ സ്പെഷ്യലായിട്ട് ഇപ്പം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയാൽ അത് കഴുകിയൊക്കെയാണ് ഇവന് കൊടുക്കാറുള്ളൂ, അല്ലേ ഉമ്മ? അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവനെ കെയർ ചെയ്യുന്നത്. കൂട്ടുകാർ ഇതുപോലെ തെരുവിൽ നിന്ന് എടുത്ത് വളർത്തി ഇതുപോലെ കെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇത്രയും വീട്ടിൽ ഇത്രയും അങ്ങ് നോക്കി കെയർ ചെയ്യുന്നവർ ഉണ്ടാവത്തില്ല. 1,00,000-ൽ ഒരാളുണ്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങൾ അതുപോലെ ഇവനെ നോക്കുന്നത്, അറിയാവോ? ഇവനെന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടോ നോക്കിക്കേ. നല്ല ഉരുണ്ട എൻ്റെ ബാസ്കിമോനെ ഇരിക്കുന്നത്, നല്ല ഉരുണ്ട് തക്കടു കൂട്ടനായിട്ട്, അറിയാവോ? അല്ലേ ബാസ്കിമോനെ? ഇപ്പം താഴെ വീണേനെ. ഇത് പൊണ്ണു വാക്കുമോനെ. അയ്യോ പാവ. അപ്പം നമുക്ക് വീഡിയോ അതിൻ്റെ പാൻസൂട്ടൻ അതിന് ടൂർ പോയിട്ടൊക്കെ വന്ന് ഹാപ്പിയായി. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഹാപ്പിയായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ട് തരാനായിട്ട് എനിക്കൊരു ആൻസ് കൂട്ടനുണ്ടല്ലോ.
അല്ലേ? അല്ലാതെ എനിക്ക് ആരാ വെള്ളമൊക്കെ തരാനൊക്കെ കേട്ടോ. പോണോ എനിക്ക് വേണ്ടി എന്നെ ഓർത്ത് ഇത് വാങ്ങിച്ചു തന്നെ ഈ ആനസൂട്ടനില്ലേ. അപ്പോൾ ആനസൂട്ടൻ വളരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമായിരിക്കും അല്ലേ? ആ രാവിലെ ആണെങ്കിൽ ഇവൻ്റെ ബസ്സങ്ങ് പോയപ്പോഴത്തേക്ക് എനിക്കങ്ങ് സങ്കടം വന്നു പോയിന്നേ. എനിക്ക് സങ്കടം വന്നോടാ ഞാനിവിടെ നിൽക്കണുണ്ടപ്പോൾ? അതെനിക്ക് മനസ്സിലായി. ചാടുന്നിട്ട് രാവിലെ 6:45 മുതൽ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ പോയി കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ്. യൂട്യൂബിനകത്ത് കുറേ വീഡിയോ ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് 8-10 വരെ അവിടെ കുത്തിയിരുന്ന്. ഒരുത്തന്നെ ദേഷ്യത്തിന് തലേണൊക്കെ കടിച്ച് കയറണു. അവനൊന്നും കൊണ്ടു കൊടുത്തില്ലാന്ന്. അങ്ങനെ ഞാൻ ഏത്തപ്പഴം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വേണേ എടുത്ത് തിന്നോട്ടോ. എന്താ കഴിച്ചതെന്താ? ചിക്കൻ ബിരിയാണിയാണോ? ആ ബസ്സിൽ വെച്ച് വല്ലതൊക്കെ കഴിക്കാൻ തന്നോ? ഫ്രൂട്ട്സ് എന്തേലും എന്നെ തന്നെ? ആ ഫ്രൂട്ടിയോ? ആ ഒരു കേക്ക്, പൈകിന്റെ കേക്ക്, പൈ പോലത്തെ. ആ ടൊമാറ്റോ കുർക്കുറെ. ആ നീ കൊണ്ടുപോയത് എടുത്തായിരുന്നോ? ആരൊക്കെ കൂടി അത് കഴിച്ച? ഗൗരീഷ്, റയാന്, എൻ്റെ റയാൻ, വേറെ റയാൻ 4ാം ക്ലാസ്സിലെ. പിന്നെ ഒരു ചേട്ടായി. പിന്നെ ചേട്ടായിയോ? എങ്ങനെ നിങ്ങൾ 5 B 5 A മാത്രമാണോ? വേറൊരു ക്ലാസ്സിൽ നിന്ന് ബസ്സിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ബസ്സിലേക്ക് വന്നു. ആണോ? അയ്യോടാ, ആ കൊച്ചിന് അതിൻ്റെ കൂട്ടുകാരെ കൂടെ ഇരിക്കാൻ പറ്റിയില്ലോടാ. അല്ല എനിക്കവനറിയാം അവരെ. ആണോ? അപ്പം ഇതൊക്കെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു ഇന്നത്തെ ടൂറില്? ബീച്ചിൽ പോയത്. ആണോ? ഞാൻ പറഞ്ഞില്ല ആൻസർട്ടൻ ബീച്ചിൽ പോയിട്ട് ഒത്തിരി നാളായി. നമുക്കിവിടെ അടുത്ത് ബീച്ചൊന്നും ഇല്ല കേട്ടോ. ബീച്ചിൽ പോയി ഒത്തിരി നേരം കളിച്ചാടാ? ഫുട്ബോൾ കളിച്ചു. ആണോ? മറ്റേ ഇതൊക്കെ ഉണ്ടാക്കിയോ? മണൽ കൊട്ടാരങ്ങളൊക്കെ ഇല്ലേ? അയ്യോ അയ്യോ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയില്ല, പകുതി ഉണ്ടാക്കിയായിരുന്നു. ആ ആണ്. എടാ പില്ലോ കടിച്ച് കീറല്ലേടാ എൻ്റെ പൊന്നു ബാസ്കി മോനെ, എൻ്റെ പൊന്നു ടക്കരമോനെ. പാവം പട്ടിയാ. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യാം. അൻസിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? രാത്രി 11:30 അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു ആൻഡ് ആൻസ് ബൈ.